ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും. എൻ്റെ കൂടെ സന്ധ്യ ചേച്ചിയുണ്ട്. അപ്പോൾ എസ്തെറ്റിക് ലൈഫ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്യൂട്ടി സലൂൺ കരമനയിലാണ്. അപ്പോൾ ഇന്ന് ചേച്ചി നമുക്ക് എന്താണ് ചെയ്തു തരാൻ പോകുന്നത്? നമുക്ക് ഇന്നൊരു ഹെയർ സ്പാ നോക്കാം. ഹെയർ സ്പാ എന്നും പറയാം, പ്രോട്ടീൻ എന്നും പറയാം. ഓക്കെ. അതായത് നമുക്ക് ഡ്രൈനെസ്സിന് വേണ്ടിയിട്ടും ഈ താരൻ മാറാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ടും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ഹെയർ സ്പാ, അതും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ശരി, ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് സാധാരണ ബ്യൂട്ടി സലൂണിലൊക്കെ മറ്റേ ഷാംപൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് പോലെയുള്ളതായിരിക്കും ചെയ്യുന്നത്. ഇത് വളരെ വീട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അതൊന്ന് ചെയ്ത് കാണിക്കുകയല്ലേ ചേച്ചി? ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. അനീഷ പോയിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. ഈ പാക്ക് ഇടുമ്പോൾ മാത്രമല്ല, നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുന്നാലും ഹെയറിൽ ഏത് പാക്ക് യൂസ് ചെയ്യുന്നാലും നന്നായിട്ട് വാഷ് ചെയ്യണം. അതായത് സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. നമ്മൾ തലേ ദിവസത്തെ എണ്ണയോ എന്തെങ്കിലും പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പാക്ക് ഇടുമ്പോഴത്തേക്കും അതായിരിക്കും ആദ്യം അബ്സോർവ് ആവുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഷാമ്പു നമ്മളിപ്പോ തലേ ദിവസം എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കൊന്ന് ഷാമ്പു വാഷ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലെൻസിങ് വാഷ് ഒക്കെ കിട്ടുമല്ലോ, നമ്മൾ ക്ലെൻസിങ് ഷാമ്പു കിട്ടും. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ വാഷ് ചെയ്യുക. നമുക്ക് സ്പായുടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുട്ട വേണം. അനീഷയുടെ ഹെയറിന് 2 മുട്ട വേണം. മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിൽ ഒരു പകുതി ലെമൺ ഒഴിക്കാം. നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലൊക്കെ ഈ ലെമണിൻ്റെ എക്സ്ട്രാസ് വളരെ നല്ലതാണ്. ഫുൾ ലെമൺ എടുക്കരുത്, പകുതി ലെമൺ മതി. എന്നിട്ട് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും കൂടെ, കാരണം നമ്മൾ സ്കാൽപ്പിൽ മാത്രമല്ല ഹെയറിലും കൂടെ ചേർത്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ആൽമണ്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, നമുക്ക് ഒലീവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷേ ഞാൻ എപ്പോഴും ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കാരണം അതത്ര സ്റ്റിക്കി അല്ല. അതുകൊണ്ട് തന്നെ ആൽമണ്ട് ഓയിൽ ഇതൊരു 1/2 കപ്പുണ്ട്. ഈ 1/2 കപ്പ് ഓയിൽ നമുക്ക് ഇപ്പം അനീഷയുടെ ഹെയർ ഒരു അത്യാവശ്യം കുറച്ച് ലോങ് ആണ്. അപ്പം നമുക്കൊരു 1/2 കപ്പ് വേണം ഇതിന്. ഈ 1/2 കപ്പിൻ്റെ ആണ് നമ്മൾ 2 എഗ് വെയിറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട്, ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ ജെല്ല് യൂസ് ചെയ്യേണ്ട, ഒറിജിനൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പം നല്ലത് ഒരു ക്രീം പരുവത്തിൽ കിട്ടും. ചേച്ചി, അപ്പം ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ചെയ്യാം. അപ്പം നമുക്ക് പാക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ ഒരു പാർട്ടീഷൻ എടുക്കുക. എന്നിട്ട് നമ്മളിപ്പം ഒരാളുള്ളത് കൊണ്ടാണ്, പാർലറിലായതുകൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലാണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പാർട്ടീഷൻ എടുക്കുക. ഒരു സൈഡിൽ നിന്ന് പാർട്ടീഷൻ എടുത്തെടുത്ത് നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യത്തില്ലല്ലോ. ഒരു ഞായറാഴ്ചകളിലൊക്കെ വീക്കെൻഡിൽ നിൽക്കുമ്പോഴത്തേക്കും സ്ട്രെസ്സൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പാക്കാണ്. പിന്നെ പാർലറിലായതുകൊണ്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കും. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് എന്തെങ്കിലും ഫ്ലേവേഴ്സോ അങ്ങനെ എന്തെങ്കിലും? ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ആ മുട്ടയുടെ വെള്ള ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കും മുട്ടയുടെ വെള്ള കുറച്ച് ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും എന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരത്തില്ല. കാരണം നമ്മൾ ആൽമണ്ട് ഓയിലിൽ എന്തായാലും ഒരു മണമുണ്ട്. ഇപ്പൊ അത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറയുമ്പോഴായിരിക്കും മുട്ട അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതെ, നല്ലൊരു മണമാണ്, നല്ലൊരു ഫ്ലേവറിന്റെ ഒരു. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ഡ്രോപ്പ് കണ്ടീഷണർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സിയിൽ അടിക്കാൻ നേരത്ത് ഒന്ന് മിക്സ് ചെയ്യാം.
പക്ഷേ ഈ കണ്ടീഷണർ സ്കാൽപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഓയിലല്ലേ നമ്മൾ ഒഴിക്കുന്നത്, ഓയിൽ നമ്മൾ അതിൻ്റെ അകത്തുണ്ടല്ലോ, ഈ നമ്മൾ ആ മുടിയിലോട്ട് ഇടുമ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ്. പിന്നെ വേറെ ഒന്നുമല്ല, ഇപ്പം ഷാംപൂ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യണം. അതിൽ നല്ല മണമുള്ള കണ്ടീഷണറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മുട്ട യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് വാഷ് ചെയ്താൽ പോലും ശരിക്കും പറഞ്ഞാൽ ആ മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല. റിലാക്സേഷൻ മസാജ് മാത്രമാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം കുറച്ച് പെട്ടെന്ന് മുട്ടയുടെ അംശം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും. ഇത് ഒരു 20 മിനിറ്റ് കൂടുതൽ അങ്ങനെ വെച്ചേക്കണ്ട. നമ്മളിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത്, നമുക്കിപ്പം ഒരു സൺഡേയിൽ നമ്മൾ ഈ ഒരു സംഭവം ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുന്നില്ല, അന്നത്തെ ദിവസം പുറത്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാഷ് മതി. അതായത് കുറേ വെള്ളം വെച്ചിട്ടങ്ങ് വാഷ് ചെയ്ത് കളയുക, അതിൽ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യണ്ട. ഇല്ലെങ്കിൽ നമുക്ക് വീക്ക്ലി വൺസ് ആണല്ലോ, അപ്പം നമുക്ക് പുറത്തോട്ടൊന്ന് പോകണം, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട്, അതായത് ഭയങ്കര നാച്ചുറലായിട്ടിരിക്കുന്ന ഏതെങ്കിലും നാച്ചുറൽ ഷാമ്പൂസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഷാമ്പൂ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഓയിൽ മാറത്തില്ല. നല്ല തണുപ്പും തോന്നുന്നുണ്ട്. അതെ, തണുപ്പും തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും, സർക്കുലേഷൻ കൂടും എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ പാക്ക് നമ്മൾ ഓയിൽ എല്ലാമാണ് ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. നോർമൽ ഒരു പാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മൾ ഹെന്നയൊക്കെ യൂസ് ചെയ്യുന്നു, അതും ഒരു പാക്കാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഹെന്ന ഇടുന്നു, നമ്മളത് മൊത്തത്തിൽ അങ്ങനെ ക്ലിയർ ചെയ്ത് അങ്ങ് വയ്ക്കുന്നു, വിട്ടേക്കുക, 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞ് പെനിട്രേറ്റ് ആവണമല്ലോ, നമ്മുടെ ഉള്ളിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ നല്ല സാധനങ്ങളല്ലേ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ സ്കാൽപ്പിൽ പെനിട്രേറ്റ് ആവണം. അതുമല്ല നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് സ്കാൽപ്പ് നല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ വേണം നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അപ്പോൾ പെട്ടെന്ന് പെനിട്രേറ്റ് ആവും. നമുക്ക് മസാജ് മെഷീനും കൂടെ യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇട്ടേക്കണമല്ലോ. ഫാസ്റ്റായിട്ട് മസാജിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. ചേച്ചി ഇനിയിപ്പോൾ വാഷ് ചെയ്യാൻ പോവുകയാണോ? അതെ, നമ്മൾ ഇനി ഇത് വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അനീഷ എങ്ങനെയാണ്, വീട്ടിലോട്ടാണോ പോകുന്നത്? ഇനി വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? ഇല്ല, വീട്ടിലോട്ടാണ്. അപ്പം നമുക്ക് നോർമൽ വാഷ് മതി. അത് 2-3 പ്രാവശ്യം അങ്ങ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് അങ്ങ് വാഷ് ചെയ്ത് വിടാം. കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു നൈറ്റ് കിടക്കട്ടെ. കാരണം നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുക. ഇനി നാളെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാമ്പു, മൈൽഡ് ഷാമ്പു വെച്ചിട്ട് അനീഷ അങ്ങ് വാഷ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ പ്രോസസ്സും മസാജും എല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നിരിപ്പുണ്ട് ചേച്ചി. അപ്പോൾ ഇനി ഇത് ഡ്രൈ ഔട്ട് ചെയ്യില്ല അല്ലേ? ഇല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നൊരു കൂൾ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നാച്ചുറൽ സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹോട്ട് ഡ്രയർ എന്തായാലും യൂസ് ചെയ്യരുത്. നാച്ചുറലി ഇത് ഉണങ്ങണം, എന്നാലേ ഇതിൻ്റെ ഒരു നമുക്ക് ആ ഒരു തിളക്കവും ആ ഒരു തണുപ്പും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാകത്തുള്ളൂ. എങ്ങനെ ഫീൽ ചെയ്യുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ആ ഒരു മസാജിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം എനിക്ക് ആ ഉറക്കം വരുന്നത്. മാത്രമല്ല കൂളായിട്ടിരിപ്പുണ്ട്, തലയൊക്കെ നല്ല കൂളാവാനും അതുപോലെ ആ ഒരു മസാജിലാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു ടൈമൊക്കെയാണ് വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി നല്ലൊരു ഉറക്കം കിട്ടാനുള്ള നല്ലൊരു ഹെയർ സ്പാ ആണ് ഇവിടെ സന്ധ്യ ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ നല്ലൊരു മസാജിങ്ങും ഒരു കൂളിംഗ് എഫക്റ്റും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള ഹെയർ സ്പാ ചെയ്ത് നോക്കാവുന്നതാണ്. ഒട്ടും വലിയ ചിലവില്ലാത്തൊരു പരിപാടിയാണ്. ഇനി മസാജ് ചെയ്യാൻ മടിയുള്ളവർ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ളൊരു മസാജ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇൻസ്പയർ ബ്യൂട്ടി സലൂൺ കരമനയിൽ സന്ധ്യ ചേച്ചിയുടെ അടുത്തേക്ക് വരിക അല്ലേ ചേച്ചി? അതെ അതെ അതെ. നമ്മൾ സൺഡേസിൽ ഇവിടെ ഈ നാച്ചുറൽ പ്രോഡക്റ്റ് എല്ലാം കൊണ്ടിട്ട് നമ്മളൊരു ഈ 250 നമ്മൾ ചാർജ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് എടുത്ത് തരുന്നതിന് ഈ 250
പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറൽ സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഫേഷ്യലായിരുന്നാലും ഫേസ് പാക്കൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ കുറേ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസ് പാക്കോ അങ്ങനെ എന്ത് സംഭവം, ഫേഷ്യൽസോ ഇനി നാച്ചുറൽ പ്രോഡക്റ്റ് വെച്ചിട്ട് ഇതേപോലത്തെ ഹെയർ സ്പായോ എന്താണെങ്കിലും നിങ്ങൾ സൺഡേസിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അതെ, എസ്തെറ്റിക് ലൈഫ്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായിട്ട് സന്ധി ചേച്ചിയോടൊപ്പം ഞാനും എത്താം. ബൈ.